ഹായ് ഫ്രണ്ട്സ്, വേർപിരിക്കാൻ പറ്റാത്തൊരു ആത്മബന്ധമാണ് മലയാളിക്ക് ബീഫിനോടുള്ളത്. സോ നമ്മുടെ മലയാളികളുടെ സ്വന്തം വിഭവമായ നാടൻ ബീഫ് ഫ്രൈ ആണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. സോ ഫ്രണ്ട്സ്, ദിസ് ആസ്ന ജാസ്മിൻ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പം നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 3 പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 10 ചുള ഉള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതും 8 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് ഇനി അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു 1/2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയതും പിന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിനുശേഷം 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ആയതിനു ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒരു 4 വിസിൽ വരെ പ്രഷർ കുക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ വരെ ഹൈ ഫ്ലെയിമിലും പിന്നീടുള്ള 3 വിസിൽ ലോ ഫ്ലെയിമിലും വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്, അതായത് പ്രഷർ സെറ്റിലായതിനു ശേഷം തുറന്നു നോക്കാം. വിസിലുകളുടെ എണ്ണം ഓരോ സ്ഥലത്ത് കിട്ടുന്ന ബീഫ് അനുസരിച്ചിട്ട് വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ബീഫെല്ലാം അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ബീഫിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു 5 ചുള ഉള്ളി ചെറുതായി അരിഞ്ഞതും പിന്നെ അതിലേക്ക് ഒരല്പം തേങ്ങാക്കൊത്തും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ് കേട്ടോ. തേങ്ങാക്കൊത്ത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ഇനി ഉള്ളിയും തേങ്ങാക്കൊത്തും നന്നായി മൊരിഞ്ഞു വന്ന ശേഷം നമുക്ക് അല്പം കറിവേപ്പിലയും അല്പം മല്ലിയിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ എത്ര പ്രാവശ്യം ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുന്നോ അത്രയും ബീഫിന് ടേസ്റ്റ് കൂടും. ബീഫ് ഡ്രൈ ആവും തോറും നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ബീഫ് നല്ലപോലെ കറുത്ത് വന്നിട്ടുണ്ടാവും. നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതേപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ബീഫ് ഫ്രൈ പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇനി അവസാനം നമുക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.